നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? കുഞ്ഞുമോൻ അഗസ്റ്റിൻ. ചേട്ടാ ഇപ്പോ ഈ ചേട്ടൻ ഈ മുനമ്പത്ത് BJP-യുടെ ആദ്യത്തെ ഒരു വാർഡ് മെമ്പറാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP-യോട് ജയിച്ചതാണ്. അപ്പോൾ ഇതിന് ശേഷം ചേട്ടനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു രാജ്യത്തൊരു പല പ്രതിഷേധങ്ങൾ വരുമ്പോഴും നരേന്ദ്രമോദി അസഭ്യം പറയുകയും വളരെ രീതിയിൽ മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരോടെല്ലാം ചേട്ടന്റെ അനുഭവം എന്താണ് പറയാനുള്ളത്? എനിക്കെല്ലാ അഭിപ്രായത്തില് ഞാനൊരു അനുഭവത്തിൽ കണ്ടിട്ടില്ല. ഈ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, എനിക്ക് അദ്ദേഹത്തിനെ നേരിൽ കണ്ടിട്ടും അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ തോന്നിയത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേർതിരിവില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്തോളം കണ്ടത്. കാരണം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണങ്ങളിൽ ഞങ്ങളോട് പറഞ്ഞത്, അപ്പൊ ജയിച്ചു തന്നൊരു 116ഓളം പേരുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ റൂമിലേക്ക് ഇരുത്തിയിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ എതിരായിട്ട് നിൽക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പാർട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇനി നിങ്ങൾ ജയിച്ചേക്കണത് നിങ്ങളൊരു വാർഡ് മെമ്പറായിട്ടാണ്. അപ്പൊ ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരെയും കൂടി ഒത്തൊരുമയോടെ, അതായത് രാഷ്ട്രീയപരമായോ ജാതിപരമായോ ആരെയും വേർതിരിക്കാതെ നമ്മളുടെ മുന്നിലുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ വാർഡിലുള്ളത് ആരാണെന്ന് വെച്ചാൽ അവരെല്ലാവരെയും ഒരേപോലെ കാണാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്നാലും മാത്രമേ നിങ്ങൾക്ക് ഒരു വാർഡ് മെമ്പറായിട്ട് അവിടെ ഈ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ പറ്റുള്ളൂ, രാജ്യത്തിന് പുരോഗതിയിലേക്ക് നയിക്കാനും പറ്റുമെന്നുള്ള നല്ല ഒരു മെസ്സേജ് ആണ് അദ്ദേഹം തന്നത്. പിന്നെ ഈ പാറ്റ കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ആദ്യം കണ്ടപ്പോൾ നമുക്കും തോന്നി. കാരണം അവർക്ക് പ്രതിഷേധിക്കാനുള്ള നമ്മളുടെ രാജ്യത്തിന് നമ്മളുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് പ്രതിഷേധിക്കാൻ ആർക്കും ഭരണഘടനാപരമായിട്ട് അവകാശങ്ങളുണ്ട്. പക്ഷെ ആ ഭരണഘടനയിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രതിഷേധിക്കുന്നത്. പക്ഷെ അവിടുത്തെ പ്രതിഷേധം അതല്ലായിരുന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം അവിടെ കൂടിയെന്ന് വെച്ചാൽ ഇപ്പൊ നിസ്സാര പിള്ളേരുണ്ട്, ആ കുട്ടികളൊക്കെ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവും. പക്ഷെ ഇതിൽ കയറിയിട്ട് രാജ്യത്തിന് അട്ടിമറിക്കാൻ വേണ്ടി തീവ്രവാദികളടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളാണ് അവിടെ കൂടിയിരുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ ഈ അന്വേഷണ വിധേയമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്കുള്ള പല പ്രചരണ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. മോദിയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞ മലയാളി ഈ നാട്ടിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം യഥാർത്ഥത്തിൽ എന്തായിരിക്കാം? ഇവിടെയൊക്കെ ഉദ്ദേശം ഇത് ഭരണം അട്ടിമറിച്ച് അടുത്ത തീവ്രവാദ സംഘടനകളിലോട്ടൊക്കെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവർക്ക് പറഞ്ഞിട്ട് മോദിജിയെ വെടിവെച്ചു കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം കരഞ്ഞുകൊണ്ടും വരുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ഇവർ ഈ രാജ്യത്തിനെ ഏത് ഈ രീതിയിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യ അല്ല. ഇപ്പൊ ഇന്ന് ഞാനൊരു ചെറിയൊരു റീല് കണ്ടെന്ന് പറഞ്ഞാല്, ഈ ചില കുട്ടികള് ഈ കാരണന്മാര് ഈ മാതാപിതാക്കള് സമരത്തിന് പോയിക്കോട്ടെ എന്ന് വെച്ചപ്പോ സമരത്തിന് പോകണ്ട എന്നുള്ളതാണ് ആ മാതാപിതാക്കൾ പറഞ്ഞത്. കാരണം അവര് എന്നിട്ട് ഈ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ്, നിങ്ങൾ കണ്ട ഇന്ത്യ അല്ല 10 വർഷത്തിന് മുമ്പ് ഉണ്ടായ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ആ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിക്കും ബോംബാക്ക്, എവിടെ പത്രം എടുത്ത് നോക്കിയാലും അവിടെ ബോംബ് പൊട്ടി, ഇവിടെ അഴിമതി, അവിടെ രാജ്യത്തിന് തുരങ്കം വെച്ചു എന്നുള്ള വാർത്തകൾ എന്നല്ലാതെ പണ്ട് ഒരു 10 വർഷത്തിന് മുമ്പ് ഉണ്ടായ അങ്ങനത്തെ ഒരു വാർത്തകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ എടുത്ത് നോക്കിയാൽ രാജ്യത്തിന് വികസനത്തിലേക്ക് കൊണ്ടുപോകുന്ന, അതായത് ഹൈഡ്രജൻ ട്രെയിൻ വരെയും വന്നിട്ട് അതിന് വരെയും കല്ലെറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ഏത് യുഗത്തിലേക്കാണ് ഈ പുതുതലമുറ കൊണ്ടുപോയി എത്തിക്കാൻ പോകുന്നത്? അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയാം മോദിജിയെ കൊല്ലും എന്നും പറയുന്ന ആൾക്കാരൊക്കെ ഇവരുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഏത് രീതിയിലേക്കാണ് ഇത് കൊണ്ടു എത്തിക്കണേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മളുടെ സെലിബ്രിറ്റികള് നമ്മളെ ഈ PSC റാങ്കിന് ലിസ്റ്റിൽ വന്നിട്ട് ഇത്രയും കുട്ടികൾ ഈ തിരുവനന്തപുരത്ത് കിടന്നിട്ടും 10-30 കുട്ടികളാണ് ഈ രാവിലെ സമരം ചെയ്തിട്ട് ആ വീടിന്റെ മുറ്റത്ത് കിടക്കണം. അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഈ 4000-3000 കിലോമീറ്റർ അകലേക്ക് പോയിക്കൊണ്ടും ഇവര് ഈ സമരത്തിൽ പങ്കെടുത്തത് ഇവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു സംശയമാണ് എല്ലാവർക്കുള്ളത്. കാരണം ഇത് രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കുക. കാരണം ഇവിടെ ഈ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എല്ലാ രാഷ്ട്രങ്ങളും ഡെവലപ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഡെവലപ്മെന്റിൽ പോയിട്ട് അതിനെ താഴേക്ക് വലിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ഇവരെയൊക്കെ എതിർക്കുന്നത്, ഈ പാർട്ടിയെ എതിർക്കുന്നത്. ഈ ചേട്ടൻ വാർഡ് മെമ്പർ ആയതിനോടൊപ്പം തന്നെ നമ്മൾക്കറിയാലോ ഈ ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഈ മുനമ്പം സമരത്തിലൂടെ
ജനങ്ങളുടെ പിന്തുണ നേടി വിജയിച്ചു എന്നൊരാളാണ് താങ്കൾ. അപ്പോൾ ഈ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം ഇപ്പൊ ചേട്ടനടക്കമുള്ള ആളുകളുടെ പ്രവർത്തനത്തെ തടയിടാൻ വേണ്ടി പല ഘട്ടങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഇപ്പം നമുക്ക് അതിനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ സഹകരിച്ച് പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ അവസ്ഥകൾ. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. പിന്നെ അതിലേക്ക് കഴിഞ്ഞ് ഇനിയുള്ള കാലഘട്ടങ്ങളിലേക്ക് വരുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോൾ തുടക്കമാണ്, 5-6 മാസങ്ങളിലേക്ക് ആയിട്ടുള്ളൂ. പക്ഷേ ഈ നമ്മളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അംഗീകരിച്ച് തരുന്നുണ്ട് നമുക്ക്. ഇപ്പം നമ്മളെ റോഡിന്റെ വികസനങ്ങളായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വേറെ തടസ്സങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും. ചേട്ടാ, ഇപ്പോൾ ഈ മുനമ്പ സമരത്തിന്റെ ആരംഭ കാലം മുതൽക്കേ ഉണ്ടായിരുന്ന ഒരാളാണ് താങ്കൾ. പക്ഷേ 600 കുടുംബങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും സർക്കാരിന്റെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ആധാരം ബാങ്കിൽ പണയം വെക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക്, വിദ്യാർത്ഥികളെ പഠനത്തിനായിക്കോട്ടെ, മകളുടെ വിവാഹത്തിനായിക്കോട്ടെ, ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് 600 കുടുംബങ്ങൾ ഇപ്പോഴും ഒരു തടങ്കലിലാണ്, അല്ലെങ്കിൽ കുടിയിറക്കൽ ഭീഷണിയിൽ തന്നെയാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കും. എന്നിട്ടും ഈ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന്, സാംസ്കാരികമായിട്ടുള്ള നായകന്മാരുടെ ഇടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് പിന്തുണയാണ് ലഭിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഞാൻ ആദ്യം മുതലേ ഈ സമരത്തിലുണ്ടായിരുന്നതാണ്. പക്ഷെ ഏതാനും ചില ഈ ആളുകൾ മാത്രം നമ്മളോട് യോജിച്ചതെന്നല്ലാതെ ഒരു 70% ആൾക്കാരും നമ്മൾക്കെതിരെ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. നമ്മളുടെ ഈ ഒരു 600ഓളം കുടുംബങ്ങൾ ഈ ജയിൽവാസം ആണെങ്കിൽ പിന്നെങ്കിലും ഒരു പരോളെങ്കിലും കിട്ടുമെന്ന് പറയാം. ഇത് പരോളൊന്നും ഇല്ലാതെ പോലെ തന്നെ ഈ ജയിലിൽ കിടക്കുന്ന പോലെ കിടക്കുകയാണ്. എന്തായാലും ഇപ്പൊ വഖഫ് ആണെന്ന് അവര് തർക്കഭൂമിയിലാണെങ്കിലും ശരി, ഒരു കോടതിയിൽ ഒരു കേസ് എത്തിയിട്ട് അത് വഖഫ് ആണെന്ന് കണ്ടെത്തിയാലും മാത്രമേ അവർ ശിക്ഷിക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ നടക്കണത്. ഒരു ഭൂമി വഖഫ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ വഖഫാക്കി എടുത്തോട്ടെ. പക്ഷെ ഇതല്ലാണ്ട് മുൻകരുതലോടെ വന്നുകൊണ്ടും ഇത് വഖഫ് ആണെന്ന് തീരുമാനിച്ചിട്ട്, അതായത് വിചാരണ പോലും ഇല്ലാതെ തടവിലേക്ക് പോവുക. ഭൂമി വഖഫ് അല്ലാന്ന് അവർക്കും അറിയാം, ഇവിടെ നാട്ടിലെല്ലാവർക്കും. പക്ഷെ അത് വഖഫ് ആണെന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ശിക്ഷിക്കുകയാണ്. അത് കോടതിയിൽ വിധി വന്നിട്ടില്ല. കോടതി വിധി വന്നതിന് മുമ്പ് തന്നെ ശിക്ഷ, ഇത് പ്രാകൃതമായ രീതിയിലേക്കാണ് പോയിക്കുന്നത് പഴയ കാലഘട്ടങ്ങളിൽ. നമ്മുടെ ഈ സെലിബ്രിറ്റീസ്, പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ നടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള പിന്തുണ പോയിട്ട് ഒരു 98% ആളുകളുടെ പിന്തുണ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. എന്തുകൊണ്ടായിരിക്കും അവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ ദില്ലിയിൽ പോയി മോദി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? കാരണം ഇവരുടെ എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ ഈ കൺമുമ്പിൽ ഞങ്ങൾ 600 ജില്ലാ കുടുംബങ്ങൾ ഇങ്ങനെ കിടന്നിട്ട് ഒരു സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷ് പണ്ഡിറ്റ്, അഖിൽ മാരാറ്, അല്ലെങ്കിൽ മേജർ രവി സാറ്, അങ്ങനെയുള്ള ആളുകൾ മാത്രമേ, ഈ സുരേഷ് ഗോപി സാറ് ആദ്യം വന്ന അദ്ദേഹമാണ് നമ്മളോട്ട്. ഇത്രയും ആളുകളല്ലാതെ വേറെ ഒരാള് ഈ ഒരു സെലിബ്രിറ്റിയാ ഒന്നും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എന്താണ് ഇവർ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. കാരണം അവരുടെ നിലനിൽപ്പാണ് അവർ നോക്കുന്നത്. കാരണം ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കാതെ ഇവർക്കൊന്നും ഇവിടെ നിലനിൽപ്പില്ല എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടിയാണ്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരനായാലും സിനിമക്കാരനായാലും എന്തായാലും ആ ഒരു മതപ്രീണനം നടത്തി പോയാലും മാത്രമേ ഇവർക്ക് നിലനിൽപ്പില്ലെന്നുള്ള ഒരു സത്യമായ കാര്യമാണ് ഇപ്പൊ ഈ കേരളത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് സെലിബ്രിറ്റികളുടെ കാര്യത്തിലും രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും. ഇതിനൊരു മാറ്റമില്ലാതെ കേരളം മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു തീരുമാനം. ഏതെല്ലാം പ്രതിസന്ധികളും തരണം ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ, മോദിജി മുന്നോട്ട് പോകുന്നു താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം ഇന്നലെ ഇറങ്ങിയ സ്റ്റേറ്റ്മെന്റ്, ഞാനിത് കാരണം ഇപ്പൊ നമ്മുടെ പഴയ ഓട് പൊളിച്ച് ഇറങ്ങി വന്ന MP ആയ അല്ലെങ്കിൽ MLA ആളൊന്നും അല്ല അദ്ദേഹം ഈ കനൽ, അദ്ദേഹം ഇന്നലെ പറയണെന്നുണ്ടെങ്കിൽ ഞാൻ തീയിൽ ചവിട്ടി ഈ പ്രവൃത്തി വന്ന ആളെന്നുള്ളത്. കാരണം അത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ അന്നത്തെ പ്രഭാഷണത്തിൽ പറയണ, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെന്നുള്ള ആദ്യത്തെ കിടന്നുറങ്ങലും അവിടെ തന്നെ ഉള്ള പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ വീട്ടിൽ പോകാനുള്ള നേരം കിട്ടില്ല. അപ്പൊ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ രാഷ്ട്രം വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് വികസിത ഭാരത് 2047 അദ്ദേഹത്തിന് ആ ഒരു സ്വപ്നമുണ്ട്. അത് ഇന്ത്യനെ അദ്ദേഹം ആ ലെവലിലേക്ക് എത്തിച്ചിട്ട് അദ്ദേഹം അടങ്ങുമെന്നുള്ളത് അദ്ദേഹം പ്രതിജ്ഞാബദ്ധരാണ് ആ കാര്യത്തിൽ. ഓക്കെ.